നമസ്കാരം. ടി.ജി. മോഹൻദാസിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുയർത്തുകയാണ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ. ടി.ജി. മോഹൻദാസ് ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ, ദുരന്തഭൂമിയിൽ, പ്രളയഭൂമിയിൽ സേവന സന്നദ്ധരായിട്ട് അവിടെ സന്നദ്ധ പ്രവർത്തനത്തെ എത്തിയ സംഘടനകൾ ധരിച്ച യൂണിഫോമിനെ പരാമർശിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഒരു അഭിമുഖം കൊടുത്തു എന്നുള്ളതാണ് പറയപ്പെടുന്ന ആരോപണം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ടി.ജി. മോഹൻദാസ് മാത്രമാണോ നടത്തിയത് എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും ടി.ജി. മോഹൻദാസിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് DGPക്ക് പരാതി ഉൾപ്പെടെ കൊടുക്കുകയും ഇദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കടന്നാക്രമിച്ചുകൊണ്ടുള്ള അധിക്ഷേപ വർഷം സോഷ്യൽ മീഡിയയിലൊക്കെ വാരിച്ചൊരിയുകയും ഒക്കെ ചെയ്യുന്ന ഈ കൂട്ടരോട് നമുക്കൊന്ന് ചോദിക്കാനുള്ളത്, ആദ്യമായിട്ട് ഈ സേവന സന്നദ്ധരായിട്ടെത്തിയ സന്നദ്ധ സംഘടനകളെ വിമർശിച്ചുകൊണ്ട് പരാമർശം നടത്തിയത് ആരാണ്? മുഹമ്മദ് റിയാസ് നടത്തിയ പരാമർശം, നമ്മുടെ ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് നടത്തിയ പരാമർശം ഇന്നും മുഖ്യധാരാ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഡാർക്ക് ടൂറിസത്തിന്റെ പേരിൽ അനേകം ആൾക്കാർ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഈ അനേകം ആൾക്കാർ ഇവിടെ വന്നിട്ട് സേവന സന്നദ്ധരാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ദുരന്ത ഭൂമിയിലേക്ക് വന്ന് പലരും സെൽഫി എടുക്കുവാനും വീഡിയോ പിടിക്കുവാനും മാത്രമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. പലരും ഇവിടെ സേവന പ്രവർത്തനത്തിന്റെ പേരിൽ വരുന്നുണ്ടെങ്കിലും അതല്ല അവരുടെ ലക്ഷ്യം. മറ്റു പല ദുരുദ്ദേശങ്ങളോട് കൂടിയിട്ടുമാണ് പലരും വരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വോളണ്ടിയർമാരാണ് ഓരോ സ്ഥലത്തേക്കും ആവശ്യമായിട്ടുള്ളത്? അങ്ങനെ ആവശ്യമായിട്ടുള്ളവരെ മാത്രം കടത്തിവിടുന്ന തരത്തിലുള്ള നിയന്ത്രണം അത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞത് ഉത്തരവാദിത്വപ്പെട്ട കേരളത്തിന്റെ മന്ത്രി തന്നെയാണ്, അത് മുഹമ്മദ് റിയാസാണ്. എന്നിരിക്കെ ഇതേ വിഷയം തന്നെയാണ് യൂണിഫോമിന്റെ വിഷയവും കൂടി കൂട്ടിച്ചേർത്ത് ടി.ജി. മോഹൻദാസ് പറഞ്ഞു എന്ന് മാത്രം. അതിലിത്ര അതിശയോക്തി എന്താണ്? എല്ലാ സംഘടനകളും, ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിലേക്ക് അവരവരുടെ സംഘടനകളുടെ യൂണിഫോം തയ്യാറാക്കി വെക്കാറുണ്ട്. അത് ഇതുപോലുള്ള സന്നദ്ധ സേവന പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ അവരുടെ സംഘടനാ പരിപാടികളിലും ഒക്കെ പൊതുസമൂഹത്തെ ആകർഷിക്കുന്ന തരത്തിൽ ഇത് വൃത്തിയായിട്ട് ധരിക്കാറുണ്ട്. ഇത് പൊതുസമൂഹത്തെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ യൂണിഫോം തങ്ങളുടെ സംഘടനയെ ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തെ പൊതുസമൂഹത്തിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ടി.ജി. മോഹൻദാസ് പറയുമ്പോൾ ഇത്ര വൈകാരികമായിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ടാവേണ്ട കാര്യം എന്താണ്? ഇതിന് മതപരമായിട്ടുള്ള ചില വാഗ്വാദങ്ങളും മതപരമായിട്ടുള്ള വിവേചനവും ഒക്കെ ഇവിടെ കൽപ്പിക്കേണ്ട സാഹചര്യം എന്താണ്? ഒരു ദുരന്തമുഖത്ത് സേവന സന്നദ്ധരായി വന്നു നിൽക്കുന്ന പ്രവർത്തകർ ആത്മാർത്ഥമായിട്ടാണ് ആ പ്രവർത്തനത്തിലേക്ക് മുഴുകുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു പക്ഷേ അനാവശ്യമാണെങ്കിൽ കൂടി അതിനെ അവഗണിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് അനിവാര്യമായിട്ടുള്ള കാഴ്ച. ഇതിന് കൃത്യമായിട്ട് മറുപടി പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറായ, അതിന് മറുപടി പറയുന്ന തരത്തിലേക്ക് ഈ പ്രകോപനം കൊള്ളിച്ചുകൊണ്ട് ഇക്കൂട്ടരെ കൊണ്ടെത്തിച്ച ഒരു വിഷയത്തെ കൂടി ടി.ജി. മോഹൻദാസ് പരാമർശിക്കുന്നുണ്ട്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇവരെ പ്രകോപിപ്പിച്ചത്. ഈ സേവന സന്നദ്ധരായി എത്തി അവർ ധരിച്ച യൂണിഫോമിനെ അധിക്ഷേപിച്ചുവെന്നും അവരുടെ സേവന തൽപരരായിട്ടുള്ള അവരുടെ മനസ്സിനെ അധിക്ഷേപിച്ചുവെന്നുമൊക്കെ ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ പ്രതിഷേധിക്കുന്നതിൻ്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അവിടെ നടന്ന കുടിയേറ്റത്തെയും കയ്യേറ്റത്തെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ടി.ജി. മോഹൻദാസ് നടത്തിയ പ്രസ്താവന തന്നെയാണ്. റിസോർട്ടുകളുടെ പേരിൽ ഈ പറയുന്ന ഭൂമി കയ്യേറ്റം നടന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ പ്രളയത്തിലൊക്കെ കലാശിക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിട്ട് നമുക്ക് ഇതിനെ താരതമ്യം ചെയ്ത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പശ്ചിമഘട്ട മലനിരക്കുകളെ അപകടപ്പെടുത്തിയ മനുഷ്യന്റെ പ്രവൃത്തിയാണ് ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ പര്യവസാനിച്ചത് എന്ന് ടി.ജി. മോഹൻദാസ് പറഞ്ഞു വെക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കൊള്ളേണ്ട സ്ഥലങ്ങളിലൊക്കെ ചെന്നുകൊണ്ടു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ടി.ജി. മോഹൻദാസിനെ പൊളിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ നവമാധ്യമങ്ങളെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവഗണിച്ചത് ഈ ദുരന്തം വിളിച്ചു വരുത്തുവാൻ വേണ്ടിയിട്ട് സാഹചര്യമൊരുക്കി എന്നുള്ളത് നാനാ കോണുകളിൽ നിന്നും ഉയർന്നു വന്ന ചർച്ച തന്നെയാണ്. ആ
വിഷയത്തെ അവഗണിച്ചുകൊണ്ട് നമുക്കിനിയും മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിനെ അവഗണിച്ചുകൊണ്ട്, ഈ റിപ്പോർട്ടുകളെ അവഗണിച്ചുകൊണ്ട് വീണ്ടും ഒരു ഗ്രാമ പുനർനിർമ്മാണം സാധ്യമല്ല. അങ്ങനെ പുതിയ ടൗൺഷിപ്പിനെ കുറിച്ചൊക്കെ സർക്കാർ ചർച്ച ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ടുകളെയൊക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ടി ജി മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്ക് ജനപിന്തുണ നൽകേണ്ടതുണ്ട്. ടി ജി മോഹൻദാസ് പറഞ്ഞത് ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അദ്ദേഹത്തെ ആക്രമിച്ച് ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് റിസോർട്ട് ലോബികളൊക്കെ ഒരുമിച്ച് നിന്നാൽ ആ ടി ജി മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്ക് ധാർമ്മികമായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ടത് മനുഷ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം, ദേശസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നന്ദി, നമസ്തേ.